നമുക്കിന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ ചാപ്റ്റർ 3 അതായത് യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ. അപ്പോൾ അതിൻ്റെ റിവിഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് പേറോൾ അക്കൗണ്ടിങ് എന്നുള്ളത് നോക്കാം. അപ്പോൾ പേറോൾ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ വാട്ട് ഈസ് പേറോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേ ഡീറ്റെയിൽസ് ഓഫ് എംപ്ലോയീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ ജീവനക്കാരുടെ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള സാലറീസ് ആൻഡ് വേജസ് അല്ലേ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ്, അതായത് ശമ്പള വിവര കണക്കിനെയാണ് നമ്മൾ പേറോൾ എന്ന് പറയുക. അപ്പോൾ ഇതിൽ നമ്മൾ ഇറ്റ് ഷോസ് ഡീറ്റെയിൽഡ് സാലറി കാൽക്കുലേഷൻ, സാലറി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു പേറോളിൽ വിശദമാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇതിൽ പഠിച്ചിരിക്കേണ്ടത് കോമ്പോണൻസ് ഓഫ് പേറോൾ ഓർ സാലറി. ഇപ്പോൾ പേറോൾ അല്ലെങ്കിൽ സാലറി സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വ്യത്യസ്ത ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്, കോമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ അതിൽ അഡീഷൻസ് ടു ഗെറ്റ് ഗ്രോസ് സാലറി. ഇപ്പോൾ രണ്ട് ടേംസാണ് നമുക്കിതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഒന്ന് ഗ്രോസ് സാലറി, രണ്ട് നെറ്റ് സാലറി. ഇപ്പോൾ ഇവിടെ ഗ്രോസ് സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവനക്കാരന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും, മോണിറ്ററി ആയിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളുടെ ആഡ് ചെയ്ത് വരുന്ന ആ ഒരു ടോട്ടൽ എമൗണ്ടിനാണ് ഗ്രോസ് സാലറി എന്ന് പറയുക. അപ്പോൾ അതിൽ നിന്ന് ചില ഡിഡക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുഴുവൻ സാലറി നമ്മുടെ കയ്യിൽ കിട്ടില്ല, കുറച്ച് എമൗണ്ടുകൾ അതിൽ നിന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഡിഡക്ഷൻസ് കുറച്ചതിന് ശേഷം ബാക്കി കിട്ടുന്ന സാലറിയാണ് നെറ്റ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരാളുടെ സാലറിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത് സാലറിയുടെ ഒരു കോമ്പോണൻ്റാണ് ബേസിക് പേ അഥവാ BP എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് പേ എന്ന് വെച്ചാൽ അടിസ്ഥാന ശമ്പളമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അടിസ്ഥാന ശമ്പളം, ഓരോ ജീവനക്കാരനും ഒരു ബേസിക് പേ ഉണ്ടാവും. അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതാണ് നിശ്ചിത ശതമാനം DA, ഡിയർനെസ് അലവൻസ് എന്ന് പറയും. അതായത് വിലക്കയറ്റം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ അനുവദിക്കുന്ന സാലറിയുടെ കൂടെ, ഈ ബേസിക് പേയുടെ കൂടെ കൂട്ടുന്ന നിശ്ചിത പെർസെൻറ്റേജ് സാലറിയാണ് നമ്മൾ DA എന്ന് പറയുന്നത്. ദെൻ ഹൗസ് റെൻറ്റ് അലവൻസ് ഉണ്ടാകും, HRA, വീട്ടുവാടക കൊടുക്കുന്നതിന് വേണ്ടി നൽകുന്ന മറ്റൊരു ആനുകൂല്യമാണ് HRA എന്ന് പറയുന്നത്. ദെൻ സിറ്റിയിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് CCA ഉണ്ടാവാം. ദെൻ ട്രാൻസ്പോർട്ടേഷൻ അലവൻസ് TA ഉണ്ടാകാം. മറ്റ് മെഡിക്കൽ അലവൻസുകൾ കിട്ടുന്ന ജീവനക്കാരുണ്ടാവാം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് ഗ്രോസ് സാലറി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഗ്രോസ് സാലറി കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക് പേ പ്ലസ് ഡിയർനെസ് അലവൻസ് DA പ്ലസ് HRA പ്ലസ് CCA പ്ലസ് TA പ്ലസ് മെഡിക്കൽ അലവൻസ് ആണ് അല്ലേ. ഇതിലാണ് കൂട്ടുന്നതാണ് ഗ്രോസ് സാലറി. അപ്പോൾ ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്, ഇത്രയും കാര്യങ്ങൾ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് സാലറി എന്ന് പറയുന്നത്. അതായത് ഗ്രോസ് സാലറിയിൽ കണ്ടുപിടിച്ചതിന് ശേഷം മൈനസ് പ്രോവിഡൻറ്റ് ഫണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഒരു നിക്ഷേപമായിട്ട് പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് നീക്കി വയ്ക്കുന്ന തുക. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, ഓരോ ജീവനക്കാരനും കിട്ടുന്ന സാലറിയിൽ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അത് ഓരോ മാസവും ശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത വീതം പിടിക്കാറുണ്ട്, കുറയ്ക്കാറുണ്ട്. അതിനാണ് TDS എന്ന് പറയുന്നത്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ അത് ഗ്രോസ് സാലറി കുറയ്ക്കുന്നതാണ്. ഇനി വരുന്നത് PF ലോൺ റീപേയ്മെൻറ്റ് ആണ്. അതായത് PFൽ നിന്നൊക്കെ നമ്മൾ പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് നിക്ഷേപിച്ച തുകയിൽ നിന്ന് നമുക്ക് തൽക്കാലത്തേക്ക് ലോൺ എടുക്കാം. അങ്ങനെ എടുക്കുന്ന ലോൺ നിശ്ചിത തവണകളായിട്ട് നമ്മൾ തിരിച്ചടയ്ക്കണം. അങ്ങനെ PFൽ നിന്ന് എടുത്ത ലോൺ നമ്മൾ തിരിച്ചടയ്ക്കുന്നുണ്ടെങ്കിൽ PLR, അതും നമുക്കൊരു ഡിഡക്ഷനാണ്. പ്രൊഫഷണൽ ടാക്സ്, അതായത് പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലൊക്കെ നമ്മൾ അടയ്ക്കുന്ന ഒരു ടാക്സാണ് പ്രൊഫഷണൽ ടാക്സ്. ദെൻ ഫെസ്റ്റിവൽ അഡ്വാൻസ് റീപേയ്മെൻറ്റ്, ഓണം തുടങ്ങിയ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് അഡ്വാൻസ് ആയിട്ട് സാലറി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടവ്, ഫെസ്റ്റിവൽ അഡ്വാൻസ് റീപേയ്മെൻറ്റ്. സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് SLI ഒരു ഇൻഷുറൻസ് സ്കീമാണ്. അപ്പോൾ അതിലേക്ക് മാസം പണം അടയ്ക്കണം. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഡിഡക്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ ഗ്രോസ് സാലറിയിൽ നിന്ന് ഇത്തരം ഡിഡക്ഷൻസ് കുറച്ച് ചെയ്യുമ്പോഴാണ് നെറ്റ് സാലറി ലഭിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ നെറ്റ് സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് പേ BP പ്ലസ് DA ഡിയർനെസ് അലവൻസ് പ്ലസ് HRA ഹൗസ് റെൻറ്റ് അലവൻസ് പ്ലസ് CCA സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് പ്ലസ് TA ട്രാവലിംഗ് അലവൻസ് പ്ലസ് മെഡിക്കൽ അലവൻസ് അതും വരാം. മൈനസ് ടോട്ടൽ ഡിഡക്ഷൻ, ഗ്രോസ് സാലറിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഡിഡക്ഷൻ്റെ ഈ എമൗണ്ടുകളെല്ലാം നമ്മൾ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് നെറ്റ് സാലറി ലഭിക്കുന്നത് അല്ലേ. ഡിഡക്ഷനിലേക്ക് PF വരാം, TDS വരാം, PLR വരാം, PT വരാം, FIR വരാം അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഫുൾ ഫോം ഇവിടെ ഫുൾ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ. 2018 മാർച്ചിൽ വന്നതാണ് HRA CCA PF DA. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? HRA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇത് സാലറിയുടെ കോമ്പോണൻസ് ആണ്. HRA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് സാലറിയിൽ വരുന്ന ഐറ്റമാണ് അല്ലേ. CCA എന്ന് പറയുന്നതും ഗ്രോസ് സാലറിയുടെ ആഡ് ചെയ്യുന്ന ഐറ്റമാണ്. PF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് സാലറിയിൽ നിന്ന് കുറയ്ക്കുന്ന ഐറ്റമാണ് അല്ലേ. DA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് സാലറിയുടെ ആഡ് ചെയ്യുന്ന ഐറ്റമാണ് അല്ലേ. അപ്പോൾ PF മാത്രം എന്താണ്? ഡിഡക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓഡ് വൺ
PF ആണല്ലേ, പ്രൊവിഡൻറ്റ് ഫണ്ടാണ്. ദെൻ ഗ്രോസ് സാലറി പേ, ഗ്രോസ് സാലറിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ട്. ബേസിക് പേ ഉൾപ്പെടും, DA ഉൾപ്പെടും, HR ഉൾപ്പെടും. അപ്പോൾ ഓൾ ഓഫ് ദി ആണ്, ഇതാണല്ലേ, ഓൾ ഓഫ് ദീസിനാണ് ആൻസർ അല്ലേ. ദെൻ DA ഈസ് 10% ഓഫ് ബേസിക് പേ. ദ എമൗണ്ട് ഓഫ് ബേസിക് പേ ഈസ് എൻറ്റേർഡ് ഇൻ സെൽ C2. റൈറ്റ് ദ ഫോർമുല ടു ബി എൻറ്റേർഡ് ഇൻ സെൽ D2 ടു കാൽക്കുലേറ്റ് DA എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ DA നമ്മൾ 10% ആണ്, ബേസിക് പേയുടെ 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസിക് പേ നമ്മൾ ആ എമൗണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് സെൽ C2ലാണ് അല്ലേ, C2 രേഖപ്പെടുത്തിയിരിക്കുന്നു. റൈറ്റ് ദ ഫോർമുല ടു ബി എൻറ്റേർഡ് ഇൻ സെൽ D2 ടു കാൽക്കുലേറ്റ് DA. അപ്പോൾ നമ്മൾ C2ൽ ബേസിക് പേയുടെ എമൗണ്ട് എഴുതി, ഇനി അടുത്ത സെല്ലിൽ നമ്മൾ D2ൽ DA കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ D2ൽ നമ്മൾ എന്താണ് ഈക്വൽ ടു സൈൻ ഇട്ടതിന് ശേഷം നമ്മൾ C2 ഇൻറ്റു 10% അല്ലേ, അപ്പോൾ അതാണ് അതിൻ്റെ ഫോർമുലയായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ആൻസർ കാണിച്ചു തരാം. നോക്കുക എങ്ങനെയാണ് എഴുതേണ്ടത്. ഇവിടെ D2 ഈസ് ഈക്വൽ ടു, അതായത് D2ൽ നമ്മൾ C2 ഇൻറ്റു 10% ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലേ, അതാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ കോമ്പോണൻസ് ഓഫ് ഗ്രോസ് പേ. ഗ്രോസ് പേയുടെ കോമ്പോണൻസ് നമ്മളിവിടെ പറഞ്ഞതാണല്ലേ, ഈ ഇത്രയും കോമ്പോണൻസ് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ നെറ്റ് പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് പേ മൈനസ് ടോട്ടൽ റിഡക്ഷൻ ആണല്ലേ, ഗ്രോസ് പേയിൽ നിന്ന് ടോട്ടൽ റിഡക്ഷൻ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് നെറ്റ് പേ കിട്ടുന്നത് അല്ലേ, അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ. ദെൻ അടുത്തത് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ സോമൻ ആൻ അക്കൗണ്ടൻറ്റ് ഓഫ് എ ഫേം എൻറ്റേർഡ് ദ ഫോളോവിങ് ഡീറ്റെയിൽസ് ഇൻ എ വർക്ക്ഷീറ്റ് ഓഫ് ലിബറെ ഓഫീസ് കാൽക്ക്. അപ്പോൾ താഴെ പറയുന്നതാണ് ലിബറെ ഓഫീസ് കാൽക്കിൽ ഒരു വർക്ക്ഷീറ്റിൽ അക്കൗണ്ടൻറ്റ് സാലറി ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്, ഒരു പേറോളാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് നെയിം അന്ന മരിയ 2 പേരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബേസിക് പേ 2 പേരുടെ തന്നിട്ടുണ്ട്. DA നമുക്ക് 30% ഓഫ് BP, ബേസിക് പേയുടെ 30% ആണ് DA എന്ന് പറഞ്ഞിട്ടുണ്ട്. HRA 100 ആണ്. ഗ്രോസ് പേ എത്രയാണ് ചോദിച്ചിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യണം. PF 10% ഓഫ് BP ആണ്, നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. നെറ്റ് പേ ഉണ്ട്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ഫോർമുല ഇൻ C2, E2 ആൻഡ് G2. അതായത് C2ൽ ഉള്ള ഇവിടെയുള്ള ഒപ്പം തന്നെ E2 ആൻഡ് G2 അല്ലേ, E2 ആൻഡ് G2, അതായത് E2 ആൻഡ് G2 അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ HRA നമുക്ക് 100 ആണ്, ഫിക്സഡ് ആണ്. അപ്പോൾ HRA നമുക്ക് 100 നമ്മുടെ എഴുതാവുന്നുള്ളൂ. അത് ചോദിച്ചിട്ടില്ല. നമ്മളുടെ C2ലുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് പേയുടെ 30% ആണല്ലേ. അപ്പോൾ ഇവിടെ ഈസ് ഈക്വൽ ടു B2 ഇൻറ്റു 30% എന്നാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ, ഈസ് ഈക്വൽ ടു B2ലാണ് 10,000 ഇരിക്കുന്നത്. അപ്പോൾ B2 ഇൻറ്റു 30% ആയതുകൊണ്ട് 30% എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ DA കിട്ടും. അതുപോലെ തന്നെ മരിയയുടെയും അതുപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ. ഇവിടെ നമ്മൾ ഈസ് ഈക്വൽ ടു B3 ആണല്ലേ, B3 ഇൻറ്റു 30%. ഇനി നമുക്ക് അടുത്ത് E2ലാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രോസ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈസ് ഈക്വൽ ടു ഏതൊക്കെയാണ് കൂട്ടേണ്ടത്. ഇവിടെ അന്നയുടെ ആണെങ്കിൽ B2 പ്ലസ് C2 പ്ലസ് D2 അല്ലേ, 3 കൂട്ടുന്നതാണ് ഗ്രോസ് പേ എന്ന് പറയുന്നത് അല്ലേ. ഇത്രയാണ് ഗ്രോസ് പേ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ മരിയയുടെ എഴുതുക. അതിനുശേഷം G2ൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. G2ൽ എഴുതേണ്ടത് എന്താണ്, G2ൽ നെറ്റ് പേ ആണല്ലേ. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് PF ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. PF 10% ഓഫ് ബേസിക് പേ ആണല്ലേ. അപ്പോൾ ഇവിടെ ഈസ് ഈക്വൽ ടു എന്താണ്, ബേസിക് പേയുടെ ആണല്ലേ, ബേസിക് പേ ഇവിടെ 10,000 ആണത്, B2 കോളത്തിലാണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു B2 ഇൻറ്റു 10% അല്ലേ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഈസ് ഈക്വൽ ടു B3 ഇൻറ്റു 10% എന്ന് വരും. അതുകൂടാതെ നമുക്ക് നെറ്റ് പേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നെറ്റ് പേ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, നമുക്കൊരു ഗ്രോസ് പേയിൽ നിന്നും ഈ ഒരു E2ൽ നിന്നും PF കുറച്ചിട്ടല്ലേ, F2 കുറച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രോസ് പേ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈസ് ഈക്വൽ ടു E2 മൈനസ് F2. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ്, അവിടെ മരിയയുടെ ആണല്ലേ, അവിടെ നമുക്ക് ഗ്രോസ് പേ E3 ആണല്ലേ, E3 ആണ് വരുന്നത്. ഇവിടെ വരുന്നത് E3 മൈനസ് F3, അതാണ് മരിയയുടെ നെറ്റ് പേ വരിക, ഈസ് ഈക്വൽ ടു E3 മൈനസ് F3. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഇങ്ങനെ എഴുതുക. ദെൻ വേറെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡിഫറെൻറ്റ് വേരിയസ് കോമ്പോണൻസ് ഓഫ് സാലറി. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്, ഗ്രോസ് സാലറിയുടെ കൂട്ടുന്ന കാര്യങ്ങൾ, ഒപ്പം തന്നെ ഡിഡക്ഷൻസ് ഒക്കെ അല്ലേ, നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതാണ്. റൈറ്റ് ദ ഇക്വേഷൻ യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഗ്രോസ് സാലറി ആൻഡ് നെറ്റ് സാലറി ഇഫ് BP, DA, HRA, PF ആൻഡ് SLA ആർ ഗിവൺ ആസ് എ സാലറി കോമ്പോണൻസ്. അപ്പോൾ ഗ്രോസ് സാലറി നെറ്റ് സാലറി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഗ്രോസ് സാലറി എന്ന് വെച്ചാൽ BP പ്ലസ് DA പ്ലസ് HRA ആണ്. ടോട്ടൽ ഡിഡക്ഷൻ എന്ന് വെച്ചാൽ PFും SLAയും 2 ഡിഡക്ഷൻസ് ആണല്ലേ. അപ്പോൾ ഗ്രോസ് സാലറി നമുക്ക് ഈ ഗ്രോസ് സാലറിയിൽ നിന്ന് ടോട്ടൽ ഡിഡക്ഷൻ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് നെറ്റ് സാലറി കിട്ടുന്നത് അല്ലേ. SLA എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്, അതിനെയാണ് ഇറ്റ് ഇസ് എ ഡിഡക്ഷൻ, അതൊരു ഡിഡക്ഷൻ ആണല്ലേ. പിന്നെ ആൻസർ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ആൻസർ ഓക്കെയാണ്.
ഇനി നമുക്ക് അടുത്ത ഒരു കാര്യങ്ങൾ കൂടി ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കണം. പ്രിപ്പറേഷൻ ഓഫ് ലോൺ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ PMD ഫംഗ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻട്രസ്റ്റ് സഹിതം നമ്മൾ നിശ്ചിത ഇൻസ്റ്റാൾമെൻറ്റിൽ തിരിച്ചടയ്ക്കണം അല്ലേ? അതിനാണ് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് PMD ഫംഗ്ഷൻ അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് EMI ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. അത് ഓരോ മാസവും നമ്മൾ തിരിച്ചടയ്ക്കേണ്ട തുകയാണ് നമ്മൾ EMI എന്ന് പറയുക. PMIയുടെ ഫുൾ ഫോം ഓർത്തിരിക്കുക, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് എന്നാണ്. PMD ഫംഗ്ഷൻ ലിബറെ ഓഫീസ് കാൽക്ക് ക്യാൻ ബി യൂസ്ഡ് ടു കമ്പ്യൂട്ട് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഓരോ മാസവും തിരിച്ചടയ്ക്കേണ്ട തുക എത്രയാണോ, ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ മാസവും തിരിച്ചടയ്ക്കേണ്ട തുക എത്രയാണെന്ന് നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ വേണ്ടി ലിബറെ ഓഫീസ് കാൽക്കിൽ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് PMD എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് PMD ഫംഗ്ഷൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കണ്ടു. ഒപ്പം തന്നെ അതിൻ്റെ സിൻടാക്സ് നമ്മൾ പഠിച്ചിരിക്കണം അല്ലേ? PMD ഇൻറ്റു റേറ്റ് NBR PV FV ടൈപ്പ് അല്ലേ? അപ്പോൾ റേറ്റ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. NBR എന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് റീപേയ്മെൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, എത്ര ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ടെന്നാണ്. PV എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. FV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ദി ലോൺ അറ്റ് ദി എൻഡ് ഓഫ് NBR ആണ്. ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഫോർ പേയ്മെൻറ്റ് അറ്റ് ദി ബിഗിനിങ്, 0 or 0 ഫോർ പേയ്മെൻറ്റ് അറ്റ് ദി എൻഡ് അല്ലേ? നമ്മൾ വർഷത്തിൽ ആദ്യം അടയ്ക്കുന്നെങ്കിൽ 1, വർഷാവസാനം അടയ്ക്കുന്നെങ്കിൽ 0. അപ്പോൾ അതാണ് ടൈപ്പ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ PMDയുടെ എന്താണ് PMD എന്നെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ സിൻടാക്സ് എങ്കിലും ഇത് പഠിച്ചിരിക്കുക കേട്ടോ. ഇത് ഇങ്ങനെ കൃത്യമായിട്ടത് മനസ്സിലാക്കിയിരിക്കുക, ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്, അത് നിങ്ങൾ പ്രാക്ടിക്കലിൻ്റെ സമയത്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഇതിൽ നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു കാര്യം ഇതിനകത്ത് പഠിക്കാനുള്ളത് അസറ്റ് അക്കൗണ്ടിങ് ആണ്. അസറ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് അസറ്റ് മേൽ ഡിപ്രീസിയേഷനെ കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് ഫിക്സഡ് അസറ്റ് മേൽ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട് വിയർ ആൻഡ് ഇയർ പാസേജ് ടൈം, അതുമൂലം ഫിക്സഡ് അസറ്റിലുണ്ടാകുന്ന കുറവിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളുണ്ട്. ലിബറെ ഓഫീസ് കാൽക്കിൽ അതിന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, FLN എന്നുള്ള ചുരുക്കപ്പേരിലാണ്. അപ്പോൾ തന്നെ DB ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അല്ലേ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, WDV എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ? അതുപോലെ ഇവിടെ DB എന്നുള്ളതാണ് പറയുക, ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. അപ്പോൾ FLN എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അപ്പോൾ നമുക്കറിയാം നിശ്ചിത ഡിപ്രീസിയേഷൻ എല്ലാ വർഷവും ഒരേ എമൗണ്ട് തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ അതിനെയാണ് FLN മെത്തേഡ് ഉപയോഗിക്കുക, അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ഒരു സിൻടാക്സ് ഓർത്തിരിക്കുക. FLN ഈസ് ഈക്വൽ ടു വിത്തിൻ ബ്രാക്കറ്റ് കോസ്റ്റ് സാൽവേജ് ലൈഫ് അല്ലേ? കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അസറ്റിൻ്റെ അക്വിസിഷൻ കോസ്റ്റ്, വാങ്ങിച്ച വില. സാൽവേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ ആണ്, അസറ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ വിറ്റാൽ കിട്ടുന്ന ക്യാഷ്. എസ്റ്റിമേറ്റഡ് ലൈഫിനെയാണ് ലൈഫ് എന്ന് പറയുന്നത് അല്ലേ, എത്ര വർഷം ഉണ്ടെന്നുള്ളത്. ഇനി DB ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ, അതായത് നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലേക്ക് വരുമ്പോൾ ആ ഡിമിനിഷിംഗ് മെത്തേഡാണ്. അപ്പോൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് കുറഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഓർത്തിരിക്കുക, DB വിത്തിൻ ബ്രാക്കറ്റിൽ കോസ്റ്റ് സാൽവേജ് ലൈഫ് പീരീഡ് ഇവിടെ ബ്രാക്കറ്റിൽ മന്ത് അല്ലേ? അപ്പോൾ അതുകൂടെ വരുന്നുണ്ട് ഈ ഒരു DB ഫംഗ്ഷനിൽ. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ ഈ സിൻടാക്സെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. FLN DB ഫംഗ്ഷൻ അതിൻ്റെ സിൻടാക്സെങ്കിലും ഓർത്തിരിക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇൻ വിച്ച് സെൽ സാൽവേജ് വാല്യൂ ഓഫ് അസറ്റ് ഈസ് എൻറ്റേർഡ് വേർ FLN A3 B3 C3 അല്ലേ? നമുക്ക് FLN കഴിഞ്ഞ് നമുക്ക് FLN കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സാൽവേജ് വാല്യൂ അത് രണ്ടാമതാണ് വന്നത് അല്ലേ, B3യിലാണ് വന്നത് അല്ലേ? FLNൽ സാൽവേജ് വാല്യൂ കോസ്റ്റ് ആയിരുന്നു ആദ്യം വരുന്നത്, രണ്ടാമതാണ് സാൽവേജ് വാല്യൂ അല്ലേ, പിന്നെ ലൈഫും അല്ലേ? അപ്പോൾ നമുക്ക് B3 കോളത്തിലാണ് ഇവിടെ സാൽവേജ് വാല്യൂ നമ്മൾ എൻ്റർ ചെയ്യുക അല്ലേ. ദ വാല്യൂ വിച്ച് ഈസ് റിലീസബിൾ അറ്റ് ദി എൻഡ് ഓഫ് അക്കൗണ്ടിങ് ഇയർ ഈസ് കോൾഡ്. നമ്മളൊരു വർഷാവസാനം അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ അല്ലേ, അതിന്മേൽ കിട്ടുന്ന എമൗണ്ടിന് സാൽവേജ് വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് എന്നാണ് പറയുന്നത്. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് ഫിക്സഡ് അസറ്റ് മേലാണ് അല്ലേ. ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിച്ചിരിക്കാം. റൈറ്റ് ദ സിൻടാക്സ് ഓഫ് ദി ഫോളോവിങ് ഡിപ്രീസിയേഷൻ ഫംഗ്ഷൻ. ഡിപ്രീസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് FLNൻ്റെയും DBയുടെയും സിൻടാക്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. FLN ഇതാണ് നമ്മൾ ആദ്യം കണ്ടു അല്ലേ, DBയുടെ സിൻടാക്സും ഇതാണ് ഓർത്തിരിക്കുക. ഇനി വാട്ട് ആർ ദി ഡിഫറൻറ്റ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിലെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന 2 മെത്തേഡുകൾ, ഒന്ന് FLN ആണ്. FLNൽ ഒരു ഫിക്സഡ് എമൗണ്ട് ഇഫ് ഡിഡക്റ്റഡ് ഫ്രം ദി വാല്യൂ ഓഫ് ദി അസറ്റ്, അസറ്റിൽ നിന്ന് ഒരു നിശ്ചിത തുക എല്ലാ വർഷവും കുറയ്ക്കുന്നതിനാണ് ആ മെത്തേഡിനെയാണ് FLN മെത്തേഡ് ഉപയോഗിക്കുക. അതിൻ്റെ സിൻടാക്സ് ഓർത്തിരിക്കുക. DB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ വർഷവും അത് ഉള്ള ഫിക്സഡ് അസറ്റ് മേൽ ഓപ്പണിംഗ് ബാലൻസ് മേൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറഞ്ഞു വരും അല്ലേ, ഇറ്റ് വിൽ ഡിമിനിഷ് ഇയർ ആഫ്റ്റർ ഇയർ. അതിൻ്റെ ഒരു സിൻടാക്സും ഓർത്തിരിക്കുക അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്. നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 4th ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്റർ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക,
നിങ്ങളൊന്ന് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. അപ്പോൾ സപ്പോർട്ട് വരുന്നതനുസരിച്ച് കൂടുതൽ ക്ലാസ്സുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്